ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ സ്ഫോടനം 3 കുട്ടികളടക്കം 4 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രക്കിൽ നിന്ന് ആക്രി സാധനങ്ങൾ ഇറക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത്. വിനീത വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഈ സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. സ്ഫോടനത്തിന് പിന്നിലാര് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ വിനീത? റിജിത്ത്, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഫോറൻസിക് സംഘം ഈ സ്ഥലത്തെത്തി പരിശോധനകളും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതേസമയം എന്താണ് ഈ സ്ഫോടനത്തിന്റെ പ്രധാന കാരണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. അത്തരത്തിലേക്കൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിലെ സോപ്പൂരിലെ ഷെയർ കോളനിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ട്രക്കിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നതിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ വലിയൊരു ഒച്ചയോടുകൂടി ഈ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേരാണ് ജമ്മു കാശ്മീരിലെ ഈ സോപ്പൂരിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ചിലരെ സമീപമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ ആരോഗ്യനില വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതേസമയം സ്ഫോടനത്തിന്റെ കാരണം എന്തെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരം. ശരി, വിനീത വിജി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.